സമഭാവനയുടെ സന്ദേശവുമായി എത്തുന്ന ഓണക്കാലത്തിന്റെ വിളംബരമായി ഇന്ന് അത്തം ആഘോഷിക്കുകയാണ്. ലോകത്തുള്ള എല്ലാ മലയാളികളും തൃപ്പൂണിത്തുറ എന്ന രാജവീതിയിലേക്ക് ഉറ്റുനോക്കുന്ന ദിവസമാണിന്ന്. ആനയും അമ്പാരിയും നിശ്ചല ദൃശ്യങ്ങളും നിരക്കുന്ന വർണ്ണശബളമായ കാഴ്ചകൾക്കാണ് നഗരം സാക്ഷിയായത്. സംസ്ഥാനത്തെ അത്തച്ചമയ ഘോഷയാത്രകളുടെ ഔദ്യോഗിക ഉദ്ഘാടനം മന്ത്രി MP രാജേഷ് നിർവഹിച്ചു. ഇനി 10 നാൾ വീട്ടുമുറ്റങ്ങളിൽ ഓണപ്പൂക്കളം ഒരുക്കി മലയാളികൾ തിരുവോണത്തെ വരവേൽക്കും. ഓണത്തിന്റെ വരവറിയിച്ച് തൃപ്പൂണിത്തുറ അത്തച്ചമയ ഘോഷയാത്രയ്ക്ക് തുടക്കം കുറിച്ചു. നഗരസഭ അത്താഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഘോഷയാത്ര തദ്ദേശ സ്വയംഭരണ മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്തു. അത്തം നഗറിൽ വ്യവസായ മന്ത്രി P രാജീവ് പതാക ഉയർത്തി. നടൻ ജയറാം ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. MLA K ബാബു ചടങ്ങിൽ അധ്യക്ഷനായി. തൃപ്പൂണിത്തുറയിലെ മാത്രം ആഘോഷമല്ല, മറിച്ച് ലോകത്തെവിടെയെല്ലാം മലയാളികളുണ്ടോ അവിടെയെല്ലാം ഓണവും ഓണത്തിന്റെ ഭാഗമായുള്ള ആഘോഷങ്ങളും ഉണ്ടാകുമെന്ന് നടൻ ജയറാം പറഞ്ഞു. മതനിരപേക്ഷതയുടെ വലിയ അടയാളം കൂടിയാണ് അത്തച്ചമയ ആഘോഷം. കരിങ്ങാച്ചിറ കത്തനാർ, ചെമ്പിൽ അരയൻ, നെട്ടൂർ തങ്ങൾ എന്നിവരുടെ പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു. ബോയ്സ് ഹൈസ്കൂളിൽ നിന്ന് ആരംഭിക്കുന്ന ഘോഷയാത്ര നഗരം ചുറ്റി പകൽ 2 തിരികെ അവിടെ തന്നെ എത്തിച്ചേരും. വിവിധ ഇനങ്ങളിലായി 3000-ലധികം കലാകാരന്മാർ ഘോഷയാത്രയിൽ അണിനിരന്നു. പല്ലക്ക്, തൃശൂർ പുലിക്കളി, വിവിധ പ്രച്ഛന്ന വേഷങ്ങൾ, കളരിപ്പയറ്റ്, പഞ്ചവാദ്യം, തകിൽ, ചെണ്ടമേളം, ശിങ്കാരിമേളം, തമ്പോലമേളം, ബാൻഡ് മേളം, ഡോൾ ഡാൻസ്, ദേവനൃത്തം, അർജുന നൃത്തം, ടാബ്ലോകൾ തുടങ്ങിയവ ഘോഷയാത്രയെ ആകർഷകമാക്കി. സമൂഹത്തിലെ നാനാതുറയിലുള്ള ആളുകളെ ഉൾച്ചേർത്തുള്ള സജ്ജീകരണങ്ങളാണ് പൂർത്തിയാക്കിയിരിക്കുന്നത്. കേരളത്തിലെ നാടൻ കലാരൂപങ്ങളെ പുനരുജ്ജീവിപ്പിച്ച് ഘോഷയാത്രയിൽ അണിനിരത്തിയിട്ടുണ്ട്. നിശ്ചല ദൃശ്യങ്ങളും അന്യസംസ്ഥാനങ്ങളിലെ പ്രസിദ്ധ കലാരൂപങ്ങൾ വരെ ഘോഷയാത്രയിൽ ഇടം പിടിച്ചു. അത്തച്ചമയ ഘോഷയാത്രയുടെ ഭാഗമായി നഗരത്തിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. 450 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് പ്രദേശത്ത് വിന്യസിച്ചിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക്, മെട്രോ 7.